എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നെല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നെല്ലനാടിൻ്റെ തുളസീദളം തുടരുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. പ്രഭാതം. ഹിമയ്ക്ക് അന്ന് നല്ല ഉന്മേഷം തോന്നി. വരിഞ്ഞു മുറുക്കി പൂട്ടിയ ചങ്ങലക്കെട്ടിൻ്റെ അവസാനത്തെ താഴും തുറക്കപ്പെടുന്ന ദിവസം. കോടതിയിൽ പോകാൻ സങ്കോചപ്പെട്ടിരുന്ന അവൾക്ക് അന്ന് കോടതിയിൽ എത്താനുള്ള തിടുക്കമായിരുന്നു. 10 മണിയായപ്പോൾ പത്മജയുടെ സഹോദരൻ ജയരാജൻ വന്നു. പ്രഭാകരനും പത്മജയും പുറപ്പെടാൻ തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. ഇന്ന് വിധി ഉണ്ടാവുമോ പ്രഭേട്ട? ജയരാജൻ ചോദിച്ചു. സാധ്യത ഉണ്ടെന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞത്. അവൻ വരാതിരുന്നാൽ എല്ലാം വിഫലമാവില്ലേ? ആ സമയം ഹിമ താഴേക്കിറങ്ങി വന്നു. മോള് ഹാപ്പിയാണല്ലോ? ജയരാജൻ ഹിമയെ നോക്കി. അതെ അങ്കിൾ, എൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ ഇന്നാണ്. ഹിമ പുഞ്ചിരിച്ചു. പത്മജ ഭർത്താവിനെ ഒന്ന് നോക്കിയിട്ട് മുഖം കുനിച്ചു. 4 പേരും 2 കാറുകളിലായി കോടതിയിലേക്ക് പുറപ്പെട്ടു. കോടതിയിൽ എത്തിയ ഉടനെ പ്രഭാകരൻ അഡ്വക്കേറ്റ് ഗോപകുമാറിനെ പോയി കണ്ടു. ഹരി വന്നിട്ടുണ്ടോ? അയാൾ ഉത്കണ്ഠപ്പെട്ടു. ഉവ്വ്, ഇവിടെ എവിടെയോ ഉണ്ട്. എന്നെ കാണാനും വന്നു. പ്രഭാകരന് സമാധാനമായി. കോടതി കെട്ടിടത്തിന്റെ ഇടതുഭാഗത്ത് പടർന്നു നിന്ന പുളിമരച്ചോട്ടിൽ കിടന്ന കരിങ്കൽ കഷ്ണത്തിൽ കുനിഞ്ഞിരിക്കുന്ന ഹരിയെ ജയരാജനാണ് കണ്ടുപിടിച്ചത്. സമയമായപ്പോൾ പ്രഭാകരൻ കാറിലിരുന്ന ഹിമയെയും പത്മജയെയും കൂട്ടിക്കൊണ്ടുവന്നു. ഹരി കോടതി മുറ്റത്ത് വന്നപ്പോൾ പ്രഭാകരന് പെട്ടെന്ന് തിരിച്ചറിയാനായില്ല. ഓരോ തവണ കാണുമ്പോഴും അയാൾ കൂടുതൽ പ്രാകൃതപ്പെട്ടു വരുന്നതായി പ്രഭാകരന് തോന്നി. കേസ് വിളിച്ചു. ഒരു തരത്തിലും ആ ദമ്പതികൾക്ക് ഒന്നിച്ചു മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് കോടതിക്ക് ഉത്തമമായി ബോധ്യമായതിനാൽ വിവാഹമോചനം അനുവദിച്ചുകൊണ്ട് ഉത്തരവായി. അറിയാതെ ഹരിയുടെയും ഹിമയുടെയും മിഴികൾ ഒരു നിമിഷം കൂട്ടിമുട്ടി. ഒരു നിറക്കൺചിരി അയാളിലുണ്ടായി. ബന്ധനത്തിന്റെ നൂലാമാലകളിൽ നിന്ന് മോചനം ലഭിച്ചപ്പോൾ അറിയാതെ വിഴുങ്ങിപ്പോയ വിഴുപ്പ് ഛർദ്ദിച്ചു വെച്ച പ്രതീതിയായിരുന്നു ഹിമയ്ക്കുണ്ടായത്. ഒപ്പിട്ട ശേഷം അവൾ മമ്മിയുടെ അരികിൽ വന്നു. സന്തോഷം അലതല്ലുന്ന ആ മുഖം കണ്ടപ്പോൾ പത്മജയുടെ ഹൃദയം ആർദ്രമായി. ഇപ്പോ പുനർജന്മം കിട്ടിയ പ്രതീതിയാ മമ്മി. എത്ര നാളായി അപമാനം സഹിച്ച് കോടതി കയറി ഇറങ്ങുന്നു. ഇന്നെനിക്ക് സുഖമായി ഉറങ്ങണം. പത്മജയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. പെട്ടെന്ന് ലേസ് കൊണ്ടവർ അതൊപ്പി. പോകാം. അവർ കാറിനടുത്തേക്ക് നടന്നു. ഹിമ പോയതിനു ശേഷമാണ് ഹരി കോടതി വിട്ടത്. റോഡിലേക്ക് നടക്കുമ്പോൾ അയാളുടെ അരികിൽ ഒരു സ്കൂട്ടർ വന്നു നിന്നു. മിസ്റ്റർ ഹരി? ഹരി തിരിഞ്ഞു നോക്കി. അഡ്വക്കേറ്റ് ഗോപകുമാർ കാൽ നിലത്ത് കുത്തി സ്കൂട്ടറിലിരിക്കുന്നു. സത്യത്തിൽ ഹരി ഇന്നസെന്റ് ആണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഞാൻ അറിയിക്കുന്ന ദിവസങ്ങളിൽ മുടങ്ങാതെ നിങ്ങൾ കോർട്ടിൽ വന്നു. ഹരി താല്പര്യമില്ലാതെ കൈകൊണ്ട് വിലക്കി. കഥകൾ നിങ്ങൾക്കറിയില്ലേ? പിന്നെന്തിനാ? ജോയിന്റ് പെറ്റീഷൻ ആണെങ്കിലും പരസ്പരമുള്ള പഴിചാരൽ പതിവാ. ഹിമയ്ക്ക് വേണ്ടി നിങ്ങൾ സ്വയം കീഴടങ്ങുകയായിരുന്നു. അതെ. അപ്പോൾ? അഡ്വക്കേറ്റ് അത്ഭുതപ്പെട്ടു. നിങ്ങളുടെ ഹൃദയത്തിൽ എന്താ? ഹരി ഒരു നിമിഷം നിശബ്ദനായി നിന്നു. എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ താഴ്ന്നിറങ്ങിയ ഒരു കഠാര മാത്രമേ ഉള്ളൂ. ഞാൻ അച്ഛനെപ്പോലെ സ്നേഹിക്കുന്ന എൻ്റെ ഏട്ടനാ അതവിടെ കുത്തിയിറക്കിയത്. ചോര വാർന്ന് ഞാൻ മരിച്ചുകൊണ്ടിരിക്കുക. അതിനു മുമ്പ് ഹിമ രക്ഷപ്പെടണം. അലച്ചു വന്ന വിങ്ങൽ കടിച്ചമർത്തി അയാൾ മുന്നോട്ട് നടന്നു. മോഹിനി വിസിറ്റിംഗ് റൂമിൽ വന്നപ്പോൾ വീണ്ടും കോളിംഗ് ബെൽ ചിലച്ചു. ഉച്ചനേരത്ത് ആരാവുമെന്ന് അവൾക്കൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. അവൾ വാതിൽ തുറന്നതും ഒരു നടുക്കം ഹൃദയത്തിലൂടെ പാഞ്ഞു. ആനന്ദ്? അറിയാതെ ചുണ്ടുകൾ ചലിച്ചു. അതെ. അയാൾ പുഞ്ചിരിയോടെ നിന്നു. അവൾ ഉൾക്കിടിലത്തോടെ വാതിൽപ്പാളിയിൽ മുറുകെ പിടിച്ചു. തൻ്റെ ജീവിതം കശക്കിയെറിഞ്ഞവൻ ഈ വീട്ടിലേക്ക് കയറി വരാൻ എങ്ങനെ ധൈര്യം വന്നു? അവിശ്വസനീയതയോടെ അയാളുടെ മുഖത്തേക്ക് അവൾ പകച്ചു നോക്കി. മോഹിനിക്ക് സുഖമല്ലേ? സ്നേഹമസണമായി അയാൾ ചോദിച്ചു. നിങ്ങൾ എന്തിനിവിടെ വന്നു? കണ്ഠത്തിൽ കുരുങ്ങി അവളുടെ ശബ്ദം ചതഞ്ഞു. ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. ആനന്ദിന്റെ വാക്കുകളിൽ ക്ഷമാപണത്തിന്റെ ചുവയുണ്ടായിരുന്നു. അയാൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. മുഖത്തെ കുട്ടിത്തത്തിന് പകരം ഗൗരവം നിറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് അയാൾ സമനില വീണ്ടെടുത്തു. അകത്തു വരൂ. അവൾ വാതിലൊഴിഞ്ഞു നിന്നു. ആനന്ദ് വിസിറ്റിംഗ് റൂമിൽ കയറിയിരുന്നു. അയാൾക്കെതിരെ ഷോക്കേസിലേക്ക് ചാരി വിറപടർന്ന ശരീരവുമായി മോഹിനി നിന്നു. അവർക്കിടയിൽ അല്പനേരം മൗനം പടർന്നു. കോവളം ബീച്ചിലും മ്യൂസിയം പാർക്കിലും ആനന്ദിന്റെ കൂടെ ചുറ്റിക്കറങ്ങിയ പഴയ കാലത്തിന്റെ സ്ലഥചിത്രങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. തന്റെ വിവാഹം കഴിഞ്ഞ് 7-ാം ദിവസം
ഒരു കൊടുങ്കാറ്റായി ആനന്ദ് വീശിയടിച്ചു. ആ രംഗമോർത്തപ്പോ മോഹിനി ഒരു അഗ്നികുണ്ഡം കണക്ക് ജ്വലിച്ചു. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? അവൾ കിതച്ചു. ഞാൻ ചെയ്തത് മാപ്പർഹിക്കാത്ത പ്രവൃത്തിയാണെന്ന് സമ്മതിക്കുന്നു. പക്ഷേ നീ എന്നോട് ചെയ്തതോ വെറുമൊരു പ്രണയമായിരുന്നോ നമ്മുടേത്? എന്നിട്ട് നീ എന്നെ ചതിച്ചിട്ട് മറ്റൊരാളിൻ്റെ ഒപ്പം ജീവിക്കാൻ തയ്യാറായില്ലേ? ആനന്ദിന്റെ വാക്കുകളിൽ കുറ്റപ്പെടുത്തലുണ്ടായിരുന്നെങ്കിലും സ്വരം മാർദ്ദവമായിരുന്നു. മോഹിനി പുകഞ്ഞുപോയി. നിങ്ങളായിരുന്നില്ലേ എന്നെ ആദ്യം ചീറ്റ് ചെയ്തത്? ഞാൻ അറിയാതെ എന്റെ ഫോട്ടോ നിങ്ങൾ പകർത്തിയത് ചതിയല്ലാതെ മറ്റെന്താണ്? വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പുരുഷനാണ് നിങ്ങളെങ്കിൽ ഇത്രയും വൃത്തികേട് കാട്ടുമായിരുന്നോ? ആനന്ദ് ഉത്തരമില്ലാതെ മുഖം താഴ്ത്തിയിരുന്നു. തെറ്റു ഞാൻ സമ്മതിക്കുന്നു മോഹിനി. ചാബല്യം നിറഞ്ഞൊരു മനസ്സായിരുന്നു അന്നെൻ്റേത്. പശ്ചാത്താപം പോലെ അയാൾ പറഞ്ഞു. എനിക്കതൊന്നും കേൾക്കാനുള്ള താല്പര്യമില്ല. നിങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചത് സൗഹൃദം പുതുക്കാനാണെന്നും കരുതണ്ട. പറയൂ, ആനന്ദിന്റെ ഉദ്ദേശം എന്താ? അവളുടെ മുഖം കൂടുതൽ ചുവന്നു. മടങ്ങി വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഉദ്ദേശവുമില്ലായിരുന്നു. മോഹിനി വിവാഹിതയായിട്ടില്ലെന്നറിഞ്ഞപ്പോൾ എൻ്റെ തെറ്റുകൾ പൊറുക്കാൻ തയ്യാറാണെങ്കിൽ ഒന്നിച്ചൊരു ജീവിതം വീണ്ടും ആഗ്രഹിച്ചു പോയി. അയാളുടെ വാക്കുകളിൽ ആത്മാർത്ഥത നിഴലിച്ചിരുന്നു. മോഹിനിയുടെ മുഖം പരിഹാസം കൊണ്ട് കോടി. കൊള്ളാം ആനന്ദ്, നിങ്ങളുടെ പ്രലോഭനത്തിൽ ഞാൻ വീണുപോകുമെന്ന് കരുതിയോ? അയാൾ എഴുന്നേറ്റു. നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖമാണോ നിനക്ക്? ആ കസ്റ്റംസുകാരനേക്കാൾ സമ്പന്നനാണ് ഞാൻ. നിനക്ക് മുന്നിൽ എന്റെ സകലതും ഞാൻ അടിയറവ് വയ്ക്കാം. എന്നെ വിശ്വസിക്കൂ. അവളുടെ നാസികത്തുമ്പ് വിറച്ചു. ഇനി എന്റെ ചോര കുടിച്ചാലേ നിങ്ങൾക്ക് തൃപ്തി വരികയുള്ളോ? മോഹിനി ഭ്രാന്തെടുത്തതുപോലെ പൊട്ടിത്തെറിച്ചു. ആനന്ദ് നിസ്സഹായനായി നിന്നു. തന്റെ മനസ്സിൽ അവളുടെ നന്മയല്ലാതെ മറ്റൊന്നുമില്ലെന്ന് എങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്താനാണ്? ഇപ്പോഴും ഒരു ചതിയനെ പോലെ അവൾ തന്നെ കാണുന്നു. സംഭവിച്ചതൊക്കെ മറക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് മോഹിനി. നമുക്ക് ദുബായിലേക്ക് പോകാം. മുകേഷിന്റെ അനുവാദം ഞാൻ വാങ്ങാം. അയാൾ വീണ്ടും താണുകൊടുത്തു. നിർത്തൂ. അവൾ അസഹ്യതയോടെ ചെവി പൊത്തി. അയാൾ ശബ്ദിക്കാനാവാതെ അവളെ നോക്കി. നമ്മൾ തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ചയായിരിക്കും ഇത്. മുകേഷ് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഉടൻ പുറത്തു പോകണം. അവളുടെ വാക്കുകൾക്ക് നല്ല മൂർച്ചയുണ്ടായിരുന്നു. ആനന്ദ് കുറച്ചുനേരം കൂടി അവളുടെ മുഖത്ത് മിഴിനട്ട് നിന്നു. പിന്നീട് കർച്ചീഫ് കൊണ്ട് മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് തുടച്ചു. അവൾ അസ്വസ്ഥതപ്പെട്ടുകൊണ്ടിരുന്നു. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നിന്റെ മനസ്സ് എനിക്കറിയാം. ഇന്നല്ലെങ്കിൽ നാളെ നീ എന്നെ മനസ്സിലാക്കും. ആ നിമിഷത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കും. സിയോ. ഹൃദയത്തിൽ നിന്നാണ് ആ വാക്കുകൾ വന്നത്. ആനന്ദ് മുറിയിൽ നിന്നിറങ്ങിപ്പോയി. മോഹിനിയുടെ ശേഷിച്ച സ്വസ്ഥത കൂടി നശിച്ചു. അന്ന് പകൽ മുഴുവനും എരിമുരി കൊണ്ട മനസ്സുമായി അവൾ കഴിഞ്ഞു. ഒടുവിൽ ആനന്ദിന്റെ വരവ് മുകേഷിനെ അറിയിക്കുവാൻ തന്നെ അവൾ നിശ്ചയിച്ചു. പിറ്റേന്ന് രാവിലെ മുകേഷ് പുറത്തു പോകാൻ തയ്യാറായി വന്നപ്പോൾ മോഹിനി കാത്തുനിൽപ്പുണ്ടായിരുന്നു. അയാൾ സൂട്ട് കേസ് താഴെ വച്ചിട്ട് അവളുടെ അടുത്ത് വന്നു. നിനക്കെന്താ സംഭവിച്ചത്? കളവ് പറയണ്ട. കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. അവൾ സമ്മതമട്ടിൽ മുഖം കുനിച്ചു. കൺതടങ്ങളിൽ പടർന്ന കറുപ്പ് അയാൾ ശ്രദ്ധിച്ചു. മുഖം കടലാസ് പോലെ വിളറി വെളുത്തിരിക്കുന്നു. രവിയുടെ കാര്യത്തിൽ നിനക്ക് താല്പര്യക്കുറവുണ്ടോ? അതൊന്നുമല്ല, പെട്ടെന്നായിരുന്നു അവളുടെ മറുപടി. അപ്പോൾ എന്തോ ഉണ്ടെന്നല്ലേ? അവൾ ശിരസുയർത്തിയപ്പോൾ ചുളിഞ്ഞ നെറ്റിയോടെ അക്ഷമനായി മുകേഷ് നിൽക്കുന്നതാണ് കണ്ടത്. അയാൾ, ആ ആനന്ദ് തിരിച്ചു വന്നിരിക്കുന്നു. അയാൾ ഈ നഗരത്തിൽ തന്നെയുണ്ട്. മോഹിനിയുടെ സ്വരം പ്രകമ്പനം കൊണ്ടു. തലയ്ക്കടി കിട്ടിയതുപോലെ മുകേഷ് അടിമുടി പെരുത്തു. നീ പറയുന്നത് സത്യമാണോ? അയാൾ അലർച്ചയോടെ ചോദിച്ചു. ഒന്നും പറയാനാകാതെ ജനലിനടുത്ത് ചെന്ന് നിന്ന് മോഹിനി വിങ്ങിക്കരഞ്ഞു. തകർന്നു പോയ നിന്റെ ആദ്യ ബന്ധത്തെക്കുറിച്ച് നിറം പിടിപ്പിച്ച കഥകളാണ് ഞാൻ രവിയോട് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ നുണകളാണെന്ന് തെളിയിക്കാൻ ഈ ബോസ്റ്റാർഡിന് കഴിയും. മുകേഷിന്റെ ഒച്ച ഉയർന്നു. ഞാനൊരു ഭാഗ്യം കെട്ടവള. ജനലഴിയിൽ മുറുകെ പിടിച്ചിരുന്ന കൈപ്പത്തിയിൽ നെറ്റി തല്ലി അവൾ സ്വയം ശപിച്ചു. അവളുടെ വിതുമ്പൽ മുകേഷിനെ അസ്വസ്ഥനാക്കി. നീ കരയണ്ട. എന്തു വേണമെന്ന് എനിക്കറിയാം. നിന്റെ ജീവിതത്തിൽ നിഴൽ വീഴ്ത്താതെ ഞാൻ നോക്കിക്കൊള്ളാം. ഉറച്ച സ്വരത്തിൽ അയാൾ പറഞ്ഞു. മോഹിനി സാരിത്തലപ്പ് പിടിച്ച് കണ്ണു തുടച്ചു. മുകേഷ് പുറത്തേക്ക് നടന്നു. ഓഫീസിലെ ക്യാബിനുള്ളിൽ വെടികൊണ്ട കാട്ടുമൃഗത്തെ പോലെ അയാൾ ഉഴറി നടന്നു. ആനന്ദ് എവിടെയാണ് താമസിക്കുന്നതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അവന്റെ നീക്കം തന്റെ കുടുംബത്തിന് നേരെയാണെങ്കിൽ മുമ്പ് അവന് വിധിച്ച ശിക്ഷ താൻ നടപ്പാക്കുക തന്നെ ചെയ്യും. രവിയോട് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ട സമയമായിരിക്കുന്നുവെന്ന് മുകേഷിന് മനസ്സിലായി.
ഉച്ചയ്ക്ക് ശേഷമാണ് രവി ഓഫീസിൽ വന്നത്. വൈകിട്ട് മുകേഷ് രവിയെ ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കമിഴ്ത്തി വെച്ച ഒരു വള്ളത്തിന്റെ അരികിലെത്തിയപ്പോൾ മുകേഷ് നിന്നു. അയാളെ കാര്യമായി എന്തോ പ്രശ്നം അലട്ടുന്നുണ്ടെന്ന് കണ്ടപ്പോൾ മുതലേ രവിക്ക് തോന്നിയിരുന്നു. മുഖവുരയില്ലാതെ ഞാൻ ചോദിക്കുകയാണ്, എന്റെ പെങ്ങളെയും നിന്നെയും ചേർത്ത് ഞാൻ ചിലതൊക്കെ കേൾക്കുന്നു. മുകേഷ് തിരക്കുത്തിലേക്ക് നോക്കി നിന്നു. നനച്ചിരിക്കാതെയുള്ള മുകേഷിന്റെ വാക്കുകൾ രവിയെ നടുക്കിക്കളഞ്ഞു. നിനക്കെന്നോട് തുറന്നു പറയാം, എന്നിട്ടേ ഞാൻ അവളോട് സംസാരിക്കുന്നുള്ളൂ. ആ തണുത്ത സായാഹ്നത്തിലും രവിയുടെ മനസ്സും ശരീരവും ഉഷ്ണിച്ചു. അയാൾ മുകേഷിന്റെ നേരെ തിരിഞ്ഞു. മോഹിനിയെ വിവാഹം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. രവി മനസ്സു തുറന്നു. ഈ ബന്ധത്തിൽ എനിക്ക് ആശങ്കയുണ്ട് രവി. രവി പകച്ചുപോയി. വിവാഹമോചന സമയത്ത് അവൾക്കെതിരെ സ്വഭാവദൂഷ്യം വരെ ആരോപിച്ചിരുന്നു. അയാളുടെ കഴിവുകേട് മറച്ചുവെക്കാനുള്ള വൃത്തികെട്ട നാടകമായിരുന്നു അതൊക്കെ. എനിക്കതറിയില്ലേ, രവി ലാഘവത്തോടെ പറഞ്ഞു. ബിസിനസ് രംഗത്ത് നമുക്ക് ധാരാളം പ്രതിയോഗികളുണ്ട്. നമ്മളെ തെറ്റിക്കാൻ അവർ ആയുധം തേടുന്നുണ്ട്. മുകേഷ് പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് പാക്കറ്റും ലൈറ്ററും എടുത്തു. മുകേഷ് ഭയക്കുന്നത് എനിക്ക് മനസ്സിലായി. ആരുടെയെങ്കിലും ദുഷ്പ്രചരണം കേട്ട് ഞാൻ മോഹിനിയെ സംശയിക്കുമെന്ന്. അതല്ലേ ശരി? മുകേഷ് സമ്മതമട്ടിൽ ശിരസനക്കി. കടൽക്കാറ്റിൽ അണഞ്ഞു പോകാതെ കരുതലോടെ അയാൾ സിഗരറ്റ് കത്തിച്ചു. ഒരിക്കൽ വിധി അവളോട് ക്രൂരത കാണിച്ചു. ഇനി അപഖ്യാതിയുടെ പേരിൽ അവൾക്കൊരു ജീവിത ദുരന്തം കൂടി സംഭവിച്ചാൽ എനിക്ക് താങ്ങാനാവില്ല. മുകേഷ് നോട്ടം രവിയിലേക്ക് മാറ്റി. സേതുലക്ഷ്മിയെ അല്ല മോഹിനി. താലികെട്ടിയ പുരുഷനെ വഞ്ചിച്ചവളാണ് സേതുലക്ഷ്മി. മോഹിനിയുടെ ഇന്നലകൾ അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. ഒരപവാദത്തിനും ഞങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താനും കഴിയില്ല. എന്നെ നിനക്ക് വിശ്വസിക്കാം. രവി മുകേഷിന്റെ കരം കവർന്നു. മുകേഷിന് വല്ലാത്തൊരാശ്വാസം തോന്നി. നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ തെറ്റരുത്. മരണത്തിനു മാത്രമേ നമ്മളെ വേർപിരിക്കാനാവൂ. രവി ചിരിച്ചു. കടലിൽ നിന്ന് വന്ന ഉപ്പ് പുരണ്ട തണുത്ത കാറ്റ് അവരെ തഴുകി കടന്നുപോയി. അന്ന് ഞായറാഴ്ചയായിരുന്നു. ഉച്ചയായപ്പോൾ പത്മാലയത്തിനു മുന്നിൽ ഒരു കാർ വന്നു നിന്നു. വിസിറ്റിംഗ് റൂമിൽ വായിച്ചു കൊണ്ടിരുന്ന ഹിമ എഴുന്നേറ്റ് സിറ്റൗട്ടിലേക്ക് വന്നു. ഡാർക്ക് ഗ്രീൻ കളറുള്ള ഇൻഡിക്ക കണ്ടപ്പോൾ അവളുടെ മുഖം പ്രസന്നമായി. മമ്മി, അങ്കിൾ വന്നിട്ടുണ്ട്, അവൾ ഹാളിലേക്ക് വന്ന പത്മജയോട് പറഞ്ഞു. ജയരാജൻ വരുമെന്ന് പത്മജയ്ക്ക് അറിയാമായിരുന്നു. ഡോർ തുറന്ന് ആദ്യം ഇറങ്ങിയത് ജയരാജന്റെ ഭാര്യ നളിനിയായിരുന്നു. പിന്നാലെ ജയരാജനും ഇറങ്ങി. ഹായ്, ആന്റിയും ഉണ്ടായിരുന്നോ? ഹിമ സന്തോഷം പ്രകടമാക്കി. പുഞ്ചിരിയോടെ നളിനി സിറ്റൗട്ടിലേക്ക് കയറി വന്നു. നല്ല ചെറുപ്പമാണ് നളിനിക്ക്. സ്കൂൾ ടീച്ചറാണ് അവൾ. സുഖമാണോ മോളെ? നളിനി ഹിമയുടെ കരം കവർന്നു. അവൾ ചിരിയോടെ ശിരസനക്കി. ഒരു മുന്നറിയിപ്പുമില്ലാതെ രണ്ടാളും പെട്ടെന്നെന്താ? ഹിമ ജയരാജനെ നോക്കി. ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പത്മേജിക്ക് പരാതി. അതങ്ങ് തീർത്തേക്കാമെന്ന് വെച്ചു. പ്രഭേട്ടനില്ലേ മോളെ? ജയരാജൻ വിസിറ്റിംഗ് റൂമിൽ കയറി. പത്മജ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ സമയം അടുത്ത മുറിയിൽ നിന്ന് പ്രഭാകരൻ ഇറങ്ങി വന്നു. ഹാ, നീ ഇരിക്ക്, പ്രഭാകരൻ ക്ഷണിച്ചു. പപ്പടം കാച്ചുന്ന മണം വരുന്നുണ്ടല്ലോ. ഊണ് ഇവിടെ നിന്നാകാമെന്ന് വെച്ചാ ഈ നേരത്ത് തന്നെ പുറപ്പെട്ടത്. ജയരാജൻ ചിരിച്ചു. അതിനെന്താ, ഊണ് ഉടനെ എടുക്കാം. നളിനി വാ. പത്മജ നളിനിയെയും കൂട്ടി അടുക്കളയിലേക്ക് നടന്നു. പിന്നാലെ ഹിമയും പോയി. 10 മിനിറ്റിനുള്ളിൽ 3 പേരും ചേർന്ന് ഊണ് വിളമ്പി. പത്മജ ഒഴികെ എല്ലാവരും ഇരുന്നു. ഹിമയുടെ അടുത്താണ് ജയരാജൻ ഇരുന്നത്. ഊണ് കഴിച്ചുകൊണ്ടിരിക്കെ ജയരാജൻ തുടക്കമിട്ടു. കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം പ്രഭേട്ടനോട് പറഞ്ഞിരുന്നു. ഇവിടെ വന്നപ്പോഴാ അറിയുന്നത് നിന്നോട് അതേപ്പറ്റി ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ലെന്ന്. ജയരാജൻ ഹിമയെ നോക്കി. അതെന്താ അങ്കിൾ? മറ്റൊന്നുമല്ല, നിന്റെ വിവാഹക്കാര്യം തന്നെ. ജയരാജൻ ലാഘവത്തോടെ പരിപ്പ് ചേർത്ത് ചോറുരുട്ടി. തീയിൽ സ്പർശിച്ചതുപോലെ ഹിമ ഒന്ന് നടുങ്ങി. അവൾ അത് തീരെ പ്രതീക്ഷിക്കാത്തതായിരുന്നു. വേണ്ട അങ്കിൾ, ഞാനിപ്പോ അങ്ങനൊരു സബ്ജക്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല. ഹിമ പെട്ടെന്ന് പ്രതികരിച്ചു. മോളുടെ മറുപടി ഇതായിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. മറവി എന്നത് മനുഷ്യന് കിട്ടിയ വലിയൊരു അനുഗ്രഹമല്ലേ മോളെ? കഴിഞ്ഞതൊക്കെ നിനക്ക് വിസ്മരിച്ചൂടെ? ഉടൻ ജയരാജൻ സംസാരിച്ചു. കഴിഞ്ഞുപോയ സംഭവങ്ങൾ നിന്റെ മനസ്സിലുണ്ടാക്കിയ മുറിപ്പാട് എത്ര വലുതാണെന്ന് ഞങ്ങൾക്കറിയാം. ആ ഓർമ്മകളിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ വീണ്ടും ഒരു ബന്ധത്തിന് തയ്യാറാവണം. നാം ഓർക്കാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടി മനസ്സിൽ മറ്റൊന്നുമില്ലാത്തപ്പോ പഴയതു തന്നെ കടന്നു വരും. ഒരിക്കലും മനസ്സ് പരുവപ്പെടില്ല. ഹങ്കിളിനോട് വാദിച്ച് ജയിക്കാൻ ഞാനില്ല. അവൾ വിഷയം അവസാനിപ്പിക്കാൻ വെമ്പൽ കൊണ്ടു. പ്രഭാകരൻ
മകളുടെ മുഖത്ത് തന്നെ കണ്ണുനട്ടിരുന്നു. ആ ഭാവം കണ്ടറിഞ്ഞിട്ട് ജയരാജൻ തുടർന്നു. പുറമേ പ്രസന്നത നടിക്കുന്നെങ്കിലും നെഞ്ചിൽ നെരിപ്പോടുമായി കഴിയുകയാണ് നിന്റെ ഡാഡിയും മമ്മിയും. അവരുടെ അവസ്ഥ അറിയണമെങ്കിൽ നീയും ആ നിലയിലെത്തണം. നിനക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല മോളെ, ഒരു കുഞ്ഞെന്ന ബാധ്യത പോലുമില്ല. ഹിമ എതിരെ വന്ന മമ്മിയെ നോക്കി. അവളുടെ നോട്ടമേറ്റപ്പോൾ അമർത്തിവെച്ചൊരു വിങ്ങൽ പത്മജയിൽ നിന്ന് പുറത്തു വന്നു. സംഭാഷണത്തിൽ ഭാഗപാക്കാവാതെ ചോറിൽ വിരലിളക്കി പ്രഭാകരൻ ഇരുന്നു. നല്ലൊരു പ്രപ്പോസൽ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പയ്യൻ PWDയിൽ എഞ്ചിനീയറാ, പേര് സിദ്ധാർത്ഥൻ. ഹിമയുടെ ചുണ്ടിൽ വേദനയിൽ ചാലിച്ചൊരു പരിഹാസച്ചിരി പടർന്നു. ഡിവോഴ്സിയോ വിഡോയറോ? പ്രഭാകരന്റെ മനസ്സ് തീവ്രമായി നൊമ്പരപ്പെട്ടു. മോളെന്താ ഇങ്ങനെ പറയുന്നത്? ജയരാജൻ ചോദിച്ചു. ഒന്നുകിൽ വിവാഹമോചനം നേടിയ ആൾ, അല്ലെങ്കിൽ വിഭാര്യൻ. ഇവരിൽ ഒരാളെയല്ലേ എനിക്കിനി പ്രതീക്ഷിക്കാനാവൂന്ന് പറയുകയായിരുന്നു ഞാൻ. ഏയ്, സിദ്ധാർത്ഥൻ വിവാഹം കഴിച്ച ആളല്ല, ജയരാജൻ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഹിമയുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു. അങ്ങനെയൊരു ബന്ധത്തിന് എനിക്ക് തീരെ താല്പര്യമില്ല. അങ്കിൾ വിട്ടേക്ക്, അവൾ ഊണുമതിയാക്കി. മോള് കരുതുന്ന പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. നിന്നെപ്പറ്റി സിദ്ധാർത്ഥനോട് ഞങ്ങൾ സംസാരിച്ചു. ജയേട്ടൻ്റെ അടുത്ത സുഹൃത്താ. നളിനി ആവേശം കൊണ്ടു. ഹിമ കേൾക്കാൻ ഇഷ്ടപ്പെടാതെ എഴുന്നേറ്റ് കൈ കഴുകിയിട്ട് സ്റ്റെയർകേസ് കയറി. നാളെ വൈകുന്നേരം ഞാനും സിദ്ധാർത്ഥനും ഇങ്ങോട്ട് വരും. ജയരാജൻ എഴുന്നേറ്റു. ഹിമയ്ക്ക് ശുണ്ഠിയും സങ്കടവും ഒന്നിച്ചു വന്നു. അവൾ സ്റ്റെയർകേസിൽ പിടിച്ചു നിന്നു. 1 വർഷം കഴിയാതെ ആരും എന്നോട് ഇക്കാര്യം പറയണ്ട. ഹിമയുടെ വാക്കുകൾ ദൃഢമായിരുന്നു. അവൾ മുറിയിലേക്ക് കയറിപ്പോയി. അവളുടെ മനസ്സ് ജയനിപ്പോൾ മനസ്സിലായില്ലേ? ഡിവോഴ്സ് കഴിഞ്ഞ 6 മാസം പോലും ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് പ്രൊസീഡ് ചെയ്യാത്തത്. പ്രഭാകരൻ പതിയെ എഴുന്നേറ്റു. ജയൻ അവനെയും കൊണ്ട് നാളെ വാ. അവളുടെ അനുവാദം വാങ്ങി ഈ ജന്മം ഒന്നും ചെയ്യാനാവില്ല. പത്മജ അരിശപ്പെട്ടു. പത്മജി പറയുന്നതാ ശരി. സിദ്ധാർത്ഥൻ ഹിമയോട് സംസാരിക്കട്ടെ. അവളുടെ ഈ ശാഠ്യം മാറുമെന്ന് ഉറപ്പാണ്. ജയരാജൻ നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. അന്നു രാത്രി നിദ്ര ഹിമയെ അനുഗ്രഹിച്ചില്ല. ഉറക്കം വരാതെ അവൾ മറിഞ്ഞും തിരിഞ്ഞും കിടന്നു. മനസ്സിൽ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ചിത്രങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. എന്തായാലും ഒരു വിവാഹത്തിന് ഉടൻ തയ്യാറല്ലെന്ന് അവൾ ഉറച്ചു. പിറ്റേന്ന് വൈകുന്നേരം ഹിമ കോളേജിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ 4 മണി കഴിഞ്ഞിരുന്നു. കാർ ഗേറ്റിനുള്ളിൽ കടന്നപ്പോൾ അങ്കിളിന്റെ ഇൻഡിക്ക പോർച്ചിൽ കിടക്കുന്നത് അവൾ കണ്ടു. ഹിമയുടെ മനസ്സ് കനപ്പെട്ടു. കാറിൽ നിന്നിറങ്ങി അവൾ സിറ്റൗട്ടിലേക്ക് കയറി. എതിരേറ്റത് അവൾക്ക് അഭിമുഖം വിസിറ്റിംഗ് റൂമിലിരുന്ന അയാളായിരുന്നു. വട്ടമുഖത്തിനു ചേരുന്ന കണ്ണട, കട്ടിമീശയ്ക്ക് താഴെ വിരിഞ്ഞു നിൽക്കുന്ന മന്ദഹാസം. അവരുടെ മിഴികൾ ഒരു നിമിഷം തമ്മിൽ കുരുത്തു. ഹിമ മനസ്സിൽ പിറുപിറുത്തു. സിദ്ധാർത്ഥൻ. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷാഭരിതമായ തുളസീദളം അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. മുരളി നെല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.